എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പിന്നെ ഒരു ദിവസം വന്നിരിക്കുകയാണ്, ഇങ്ങനെ മുടക്ക് ദിവസം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബാക്കിയുള്ള ടർക്കി വിശേഷം കൂടി നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ എന്താ ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്ത്, അതേപോലെ എയർബിൻബി എങ്ങനെ ബുക്ക് ചെയ്ത്, അതേപോലെ എങ്ങനെയാണ് നമ്മുടെ വിസ പ്രോസസ്സ്, ഇതൊക്കെയായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കാണുക, എന്നാലും ആ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ മൊത്തം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനി ചർച്ചകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു അവിടുത്തെ യാത്ര, എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ അവിടെ എത്തിയിട്ട് സ്ഥലങ്ങൾ നോക്കിയിരുന്നത്, എങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാനിങ്സ്, അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ എക്സ്പീരിയൻസ്, കൾച്ചർ, ടെമ്പറേച്ചർ, എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഇവിടെ ഡലമാനത്തെ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. ടർക്കിയിൽ ഞാൻ എവിടേക്ക് പോകും, എവിടെ തുടങ്ങുമെന്ന് അറിയാണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ കേസിൽ ഈ ചായ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എവിടേക്ക് പോകുകയാണെങ്കിലും ഒന്ന് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഈ ചായ. ഈ ചായക്ക് വേണ്ടി പല ദൂരങ്ങളും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് മുമ്പ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയായി. തീർത്തും അൺപ്ലാൻഡ് ആയ ട്രിപ്പ് ആയതുകൊണ്ട് എവിടെ നിന്ന് കഴിക്കണം, എങ്ങോട്ട് പോകണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ പോകുമ്പോഴാണ് റോഡിൻ്റെ ഇരുവശത്തുള്ള മലകളും ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല റോഡുകളും നല്ല ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഒക്കെ തന്നെ കിലോമീറ്ററിലായിരുന്നു. ഈ രണ്ട് സൈഡിലെയും സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും മറ്റേ ദുൽഖർ സൽമാൻ്റെ മറ്റേ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി സിനിമയിലെ ഇതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഞാൻ പോകുമ്പോൾ ശരിക്കും ഇത് ആലോചിച്ചായിരുന്നു ഇതിനെ കൂടെ പോകുമ്പോൾ. അതാണ് പിന്നെ ഈ വീഡിയോ പകർത്താൻ കാരണം. ഡലമാനിൽ നിന്ന് നേരെ നമ്മൾ അന്റാലിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വെച്ച് പിടിച്ചത്. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അപ്പം നമുക്കിനി അന്റാലിയയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. പോകുന്ന വഴിക്ക് ഞങ്ങൾ നിർത്തിയ ഒരു കൊച്ചു നഗരമാണിത്. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള 1.5 മണിക്കൂർ തുടർച്ചയായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയ നഗരമാണിത്. നോക്കുമ്പോൾ ചെറിയൊരു നഗരമാണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ കഴിക്കാൻ പറ്റിയ ഷോപ്പുകളും അതേപോലെ കുറേ സ്വർണ്ണക്കടയും ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. ഞങ്ങൾ ചുമ്മാ അവിടുത്തെ ഷോപ്സിലും അവിടുത്തെ ഇടവഴി കൂടെ ഒക്കെ നടന്നു നോക്കി. ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നോക്കിയിട്ടാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നഗരക്കാഴ്ചകൾ കണ്ടു മടുത്തപ്പോഴാണ് എങ്ങനെയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കാൻ വേണ്ടി മാപ്പ് തുറന്നു നോക്കിയത്. അങ്ങനത്തെ 20 മിനിറ്റ് തൊട്ടടുത്തുള്ള ഒരു വാട്ടർഫോൾസിൽ പോകാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലം എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേര്. അന്റാലിയ എയർപോർട്ടിൽ ഇറങ്ങുന്നവരാണെങ്കിലും ഡലമാൻ എയർപോർട്ടിൽ ഇറങ്ങുന്നവരാണെങ്കിലും ഈ സ്ഥലം മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണിത്. 12 ലിറയായിരുന്നു അവിടേക്കുള്ള ടിക്കറ്റ് ചാർജ്. അവിടെ കയറി ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഒട്ടകത്തിനെയും കഴുതിനെയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. ഇവിടുത്തെ ടൂറിസ്റ്റുകളൊക്കെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. 500 മീറ്റർ മാത്രം നടക്കാനുള്ളത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അങ്ങനെ പോകുന്ന വഴി മൊത്തം കാടിനുള്ളിലൂടെ ആട്ടോ. പോണ വഴിക്ക് ശരിക്കും നമുക്ക് പറഞ്ഞാൽ മറ്റേ അനന്തഭദ്രം സിനിമയിലെ കാവിൻ്റെ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെ പോലെ തോന്നിക്കുക. അവിടെ പോണ വഴിക്കൊക്കെ കുറേ പാറകളും പടികളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് അതിനുള്ളിൽ കൂടെ ശരിക്കും നടന്നു പോകാൻ. ഈ അന്റാലിയ എന്ന് പറയുന്ന സ്ഥലം ഈ വാട്ടർഫോൾസും അതേപോലെ തന്നെ മലനിരകളും അതേപോലെ തന്നെ ബീച്ചും അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു സ്ഥലം വേണമെങ്കിൽ പറയാം. പുഴകളും കാടും അതേപോലെ തന്നെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. നിറയെ പച്ചപ്പും അതേപോലെ തന്നെ നീലയും പച്ചയും ചേർന്ന വെള്ളം കലർന്ന നല്ല ക്ലിയർ വാട്ടർ ആയിട്ടുള്ള ഒരു പോണ്ടും അതേപോലെ തന്നെ വാട്ടർഫോൾസ് വന്ന് പതിക്കുന്ന ആ ഒരു സ്ഥലവും അങ്ങനെ എല്ലാം കൊണ്ടും ഈ സ്ഥലം നല്ല അടിപൊളിയാണ്. പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ നിരവധി ടൂറിസ്റ്റുകളൊക്കെ അതിൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. പുറമേയുള്ള ചൂടൊന്നും ഇവിടെ അനുഭവപ്പെട്ടിരുന്നില്ല. നല്ല തണുത്തൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ താറാക്കൂട്ടങ്ങളും മരയന്നങ്ങളും അതേപോലെ തന്നെ കുളത്തിലുള്ള മീനുകളും എല്ലാം ഇവിടുത്തെ ഭംഗിയെ കുറച്ചും കൂടി സൂപ്പറാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് ഗൂഗിളിലൊക്കെ കാണിച്ചെങ്കിലും അത്യാവശ്യം ആൾക്കാർക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഇതായിരുന്നു അവിടെ നിന്നുള്ളൊരു വാട്ടർഫോൾസിൻ്റെ വ്യൂ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗം വരെയൊക്കെ പോവാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള വീഡിയോ എടുക്കാമെന്ന് ഞാൻ മറന്നില്ല. അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ കാട്ടിക്കൊട്ടിയിരുന്നു. അതേപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴി കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ കീഴെ പോയി നിൽക്കാൻ പറ്റും. എന്തായാലും ടിക്കറ്റ് എടുത്ത് അതുവരെ എത്തി. എന്നാൽ പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്ത് പോകാണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അങ്ങോട്ട് എത്താനുള്ള എൻ്റെ ശ്രമങ്ങൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് എത്തിയിട്ട് ഞാൻ ജസ്റ്റ് വെള്ളം ആസ്വദിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാണ് ഉണ്ടായത്. ഞാൻ കീഴെ പോയി നിന്നില്ല, ഡ്രസ്സൊന്നും നനയണ്ടല്ലോ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തോട് ഇവിടെ പറയുകയാണ്. നല്ലൊരു സ്ഥലമായിരുന്നു. എന്തായാലും നല്ല ഒരു മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ഇനിയും വരണം എന്നൊക്കെ ഉണ്ട്, എന്നാലും നടക്കുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ താറാക്കുട്ടന്മാരോടും മീനുകളൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അന്റാലിയ മാർക്കറ്റിലെ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.